നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. ഡേവിഡ് ബ്രേവിസിന് എന്തു പറ്റി? നാളെയാണല്ലോ CSKയുടെ മത്സരം. CSKയും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നാളെ ഗോഹട്ടിയിൽ ഏറ്റുമുട്ടുകയാണ്. ബ്രേവിസിന് സൈഡ് സ്ട്രെയിൻ ഉണ്ട്, 2-3 മത്സരങ്ങൾ നഷ്ടമാകുമെന്ന വാർത്ത റേവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തപ്പോഴേ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചാണ്. വിശ്വാസയോഗ്യമായ സോഴ്സാണത് എന്ന് നമ്മളതിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ചില സുഹൃത്തുക്കളുടെ കമന്റ് ഇത് സത്യമാവാതിരിക്കട്ടെ, ശരിയാവാതിരിക്കട്ടെ എന്നൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാം ആരാധകർക്ക്, പക്ഷേ സത്യം അതല്ല. താരത്തിന് പരിക്കുണ്ട്. ഇപ്പോൾ അക്കാര്യം സ്റ്റീഫൻ ഫ്ലെമിംഗ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല CSK തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. CSKയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് പറയുന്നുണ്ട്. അതായത് ഡേവിഡ് ബ്രേവിസ് ഈസ് അണ്ടർഗോയിങ് റീഹാബ് ഫോർ എ സൈഡ് ഇഞ്ചുറി ആൻഡ് വിൽ മിസ് ടുമാറോസ് ഗെയിം എന്നാണ് ഇപ്പോൾ CSK ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. വിഷ് ഹിം എ സ്പീഡി റിക്കവറി എന്നുകൂടി പറയുന്നത്. അതായത് അദ്ദേഹത്തിന് സൈഡ് ഇഞ്ചുറി ഉണ്ട്, സൈഡ് സ്ട്രെയിൻ ആണ്. ആ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സൈഡ് സ്ട്രെയിൻ ആണ്. അപ്പം അദ്ദേഹം ഇപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ്, റിഹാബിലിറ്റേഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. നാളത്തെ മത്സരം കളിക്കില്ല എന്ന് കൺഫേം ചെയ്ത് CSK അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹം റിക്കവർ ആവട്ടെ എന്നും പറയുന്നു. അപ്പോൾ നാളത്തെ മത്സരം 2-3 കളികൾ മിസ്സായിരിക്കുമെന്നാണ് റേവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. നാളത്തെ മത്സരം എന്നേ ഇപ്പോൾ CSK പറയുന്നുള്ളൂ, പക്ഷേ എന്ന് തിരികെ എത്തും എന്നുള്ളതിൻ്റെ സൂചനയില്ല. അതേസമയം സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ വാക്കുകൾ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിപ്പോൾ CSK ഒഫീഷ്യലി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ബ്രേവിസ് ഈസ് ഔട്ട്. He had a side injury during training സമയത്ത് അദ്ദേഹത്തിന് സൈഡ് ഇഞ്ചുറി സംഭവിച്ചതാണ്. He is rehabbing, hopefully won't be for a too long. നീണ്ട കാലത്തേക്ക് അദ്ദേഹം പുറത്താവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്. അതായത് എന്ന് അദ്ദേഹം തിരികെ എത്തുമെന്നുള്ളതിന് ഒരു ടൈം ലൈൻ, ഒരു ഡെഡ് ലൈൻ ഒന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. താരത്തിൻ്റെ റീഹാബിലിറ്റേഷൻ ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.